അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ ടൂർ. അപ്പോൾ ഇത് നമുക്ക് ആണ് ഒന്ന് ന്യൂ അറേഞ്ച് ചെയ്യേണ്ടത്. വലുതായിട്ടൊന്നും വരത്തില്ല, എങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് മാറ്റാം. ഒത്തിരിയായി ഇവിടെ ഒന്ന് ഒതുക്കിയിട്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം. സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഈ പരിമിതമായ സ്ഥലത്താണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് നന്നായി ഒതുക്കിയിട്ട്, ഒതുക്കാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റം വരും, അത്രയേ ഉള്ളൂ. സ്ഥലം ഇത്രയല്ലേ ഉള്ളൂ. എന്തൊരു ജോലി? കിച്ചൺ ക്ലീനിങ്. ക്ലീനിങ് അല്ല, പിന്നെ ഒതുക്കല്. ക്ലീൻ ചെയ്യണെന്ന് വെച്ചാൽ നമ്മള് ഇതാണ് അലുമിലായി കിടക്കണത് വൃത്തിയാക്കലാണ്. ഇത് തന്നെ. ഇത് നമ്മള് അടുക്കി ഒതുക്കി. ഇത്ര ടിന്നിനൊക്കെ എന്തിനടേ? എന്നിട്ടാണ് ഇന്നലെ പോയി കൊറേ ടിന്നും മേടിച്ചോണ്ട് വന്നേ. ഇതെല്ലാം പ്ലാസ്റ്റിക് അല്ലേ? ഞാൻ ഇന്നലെ മേടിച്ചത് കുപ്പിയല്ലേ. നിങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കൂല? പ്ലാസ്റ്റിക് ഉപയോഗിക്കൂലെന്നില്ല, പക്ഷെ ഡെയിലി യൂസ് ചെയ്യുമ്പോ ഒരു എണ്ണയിലേക്ക് ഒരുമാതിരി വരുന്നു. അങ്ങനെ അതൊന്ന് മാറ്റാന്ന് വിചാരിച്ചതാണ്. ഓക്കെ മാഡം. അവിടെ അഴുക്കുണ്ടോ? അവിടേക്ക ഇവിടെ അഴുക്കൊന്നുമില്ല. എന്നാലും തുടയ്ക്കണം ഇച്ചിരി. എണ്ണമയം ഉണ്ട്. അതല്ലേ ഞാനും പറഞ്ഞു, എണ്ണമയം ഉണ്ടെന്ന്. അപ്പൊ ഇതൊക്കെ ഒന്ന് നമുക്ക് റീ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം സെറ്റ് ഇത് കൊള്ളൂരുടെ കയ്യില്. അത് തറയിൽ വെച്ചിട്ട് അങ്ങോട്ട് പറക്കി വെക്കുക. അത് ഇങ്ങ് തറയിലോട്ട്, എന്നിട്ട് പിന്നെ നമുക്ക് മാറ്റാം. ഇപ്പൊ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞാണ്. ഒരു 10,000 ബോട്ടില് ആവശ്യമില്ലാത്തൊക്കെ കളയണോ? ആവശ്യമില്ലാത്ത കളഞ്ഞാൽ മതി. ഒരുമാതിരി ചോദ്യം ചോദിച്ചു, ആവശ്യമില്ലാത്തൊക്കെ കളയണമെന്ന്. അല്ലാതെ എടുത്ത് ചോദിച്ചതാ. ഈ മേളിലൊക്കെ പറ്റിയിരിക്കണൊക്കെ തുടച്ചാ പോവൂലേ? അതൊക്കെ എന്തിനാണോ എന്തോ. കറി തെറിക്കണതാ. കറി എങ്ങനെയൊക്കെ അവിടെ പറ്റണ? ഞാനല്ലല്ലോ വെക്കണ, ഈ അല്ലേ. ഞാൻ 2 മാസം നാട്ടിൽ പോയ സമയത്താണ് ഇവിടെ ഇതൊക്കെ അങ്ങനെയൊക്കെ ആയത്. അപ്പോഴിക്കായാണ് വെച്ചതേ. വൈപ്സും കൂടെ വെച്ചിട്ടോ. കൊച്ചിന്റെ ആണ്, നമുക്ക് പിന്നെ മേടിക്കാം. ഇല്ലേ, പുതിയത് തരാം. ഉണ്ടതില്ല, ഞാൻ കണ്ട്. നടേക്കാ ഫുള്ള്. ഇത് വേണ്ട. പിന്നെ ഇതുള്ള വേറെ ഇരിപ്പുണ്ട്. എവിടെ ഇരിക്കണ? അതിന്റെ അകത്ത്. ഇത് വേണ്ട. അത് വേണ്ട, അതല്ലേ. ഇതാണാക്കാ? യെസ്. എന്തരായിടേക്കാ? ഞാൻ കൊച്ചിനെയൊക്കെ ഉറക്കിയിട്ടൊക്കെ. ഇതെടുക്കണോ മുകളിലത്തെ മസാലകള്? അത് മാറ്റിയിട്ട് വേണം നമുക്ക് പുതിയതിലോട്ട് തട്ടാൻ. അതൊക്കെ നിന്ന് ഡാൻസ് കളിക്കണ. പറയട്ടെ. മല്ലിപ്പൊടി, മുളക് പൊടി ഒന്നും പോണേന്നുണ്ടേ. ഇത് സ്പെഷ്യല്. ഇത് നാരങ്ങ നീര്, വിനാഗിരി, സോഡ, കാസ്റ്റിക് സോഡ ഇട്ടിട്ട് ക്ലീൻ ആക്കാം മോളെ. താര കൈ വെച്ചേക്കണ മോളെ. എന്തായി നിന്റെ പരിപാടി കഴിഞ്ഞ? സ്വാമി തട്ടിയിട്ടു, കുറേയൊക്കെ എഴുതി വെച്ചു. ഇത്രയും കൂടെയൊക്കെ വൃത്തിയാക്കാൻ ഓടണം.
എന്തേരായടേക്കാ നോക്കണേ നോക്കണേ നോക്ക് 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 നോക്ക്. വയറൊക്കെ വിശക്കുന്നുണ്ട്. ഇവിടെ കിടക്കണ ഇനി ഇത് എപ്പോഴും ഒതുക്കി തീരും. പണിപ്പുരയിലായപ്പോ ഇസുവാ നീ എന്ത് ഇസുവായി കാണിച്ചു വെച്ചേക്കണ? ബിസ്ക്കറ്റ് എല്ലാം പൊട്ടിക്കളാവുന്ന ഇങ്ങനെ നശിപ്പിക്കോ ഇസുവാ നീ? ഇതെല്ലാം ഇനി ഈ കിച്ചണിൽ കയറേണ്ട സാധനങ്ങളാണ്. ഓക്കെ മോളെ. പിന്നെ ലാസ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് കാണിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ കിച്ചൺ ഒരുവിധം സെറ്റാക്കി. വാൾപേപ്പറൊക്കെ ഒട്ടിച്ചു. സൂപ്പറായി. സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അമ്മായി തന്ന അക്കൗണ്ടിലോട്ട് ആ പൈസ പോയില്ല. അതേപോലെ തന്നെ ആ പൈസ തിരിച്ചെടുക്കാനും പറ്റിയില്ല.